പ്രാവിൻകൂട് ഷാപ്പ്. പ്രാവിൻകൂട് എന്ന് കേൾക്കുക കഴിയുമ്പം എനിക്ക് തോന്നുന്നു തിരുവല്ല തിരുവമ്മൂണ്ടൂരിനടുത്ത് പ്രാവിൻകൂട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടുത്തെ ഷാപ്പാണോ ഇത് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ഏതായാലും പ്രാവിൻകൂട് ഷാപ്പ് എന്നാണ് പുതിയ ചിത്രത്തിൻ്റെ പേര്. നമ്മുടെ ഫൗബിനും ബെയ്ഫൽ ജോസഫ് അവതരിപ്പിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുമ്പോൾ അതിനൊരു വിജയത്തിൻ്റെ മണം നമ്മൾ പലപ്പോഴും കൊടുക്കാറ്. പിന്നൊരു ആകർഷണമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ അൻവർ റഷീദ് നിർമ്മിക്കുന്ന ഒരു ചിത്രം. അൻവർ റഷീദ് നിർമ്മിക്കുന്ന ചിത്രം എന്ന് പറയുമ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ചിത്രമാണെന്ന് പൊതുവേ ഒരു പറച്ചിലുണ്ട്. അതുപോലെ പലരും ഒന്നിച്ചു ചേരുന്ന പല വിജയികൾ ഒന്നിച്ചു ചേരുന്ന ഒരു ചിത്രം ആയിട്ട് തോന്നി. ഷൈജു ഖാലിദ് എന്ന് പറയുന്ന നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സിന് ശേഷം അദ്ദേഹം ഛായാഗ്രഹണം ചെയ്യുന്ന ചിത്രം, പ്രേമലു, ഫാമിലി, തല്ലുമല എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വിഷ്ണു വിജയ് സംഗീതം നൽകുന്ന ചിത്രം, അതുപോലെ ജിത്തു മാധവൻ്റെ ആവേശത്തിന് ശേഷം എൻ്റർടൈൻമെൻറ്റ് പ്രദർശനത്തിനെത്തിക്കുന്ന ചിത്രം. ഇങ്ങനെ ഒരു പിടി പുതുമകൾ കൊണ്ട് ആകർഷണമാകുന്നൊരു ചിത്രമാണ് ഈ പ്രാവിൻകൂട് ഷാപ്പ്. ഈ പ്രാവിൻകൂട് ഷാപ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഒരു ഹ്യൂമറാണ്, ഒരു ചിരിയാണ്, പുഞ്ചി. അതുതന്നെയായിരിക്കും ഈ ചിത്രം. ഹ്യൂമറിലൂടെ ഒരു ത്രില്ലർ പറഞ്ഞു പോകുന്ന രീതി തന്നെയായിരിക്കും ഈ ട്രെയിലർ നമുക്ക് തരുന്നതെന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും ട്രെയിലറിന് കാണാം. കണ്ടതിന് ശേഷം ബാക്കിയുള്ളൊരു കാര്യങ്ങൾ തീരുമാനിക്കാം. അന്ന് ആ ഷാപ്പിൽ ആദ്യം എന്താ കണ്ടത്? രാത്രി ഷാപ്പ് അടച്ചു കൂട്ടി അകത്ത് 11 പേര് ഇരുന്ന് കള്ളുകുടിക്കുന്നു, ചീട്ടുകൾ. കള്ളുകൂടി ചിട്ട് 2 ഡോറിലൂടെയും കഴിഞ്ഞ 4 മണിക്കൂറായി ആരും അകത്തേക്ക് വന്നിട്ടില്ല. വന്നിരുന്നെങ്കിൽ മഴയുള്ളതുകൊണ്ട് കാലിലെ ചെളി കണ്ടേ. മഴ നിങ്ങൾ ചീട്ട് കളിക്കിടെ അസാധാരണമായിട്ട് എന്തെങ്കിലും ശ്രദ്ധിച്ചിരുന്നു? അടിയിൽ ട്രൗസർ ഇട്ടുണ്ടായിരുന്നു. സാധാരണ അയാൾ അടിയിലൊന്നും ഇടാറില്ല. അതല്ലടോ, ബാബു ആത്മഹത്യൊന്നും ചെയ്യുന്നില്ല. കൊലപാതകവും. ഇത്ര സുന്ദരിയായിട്ടുള്ള മെറിന്റെ തന്നെ എങ്ങനെയാ പ്രേമിച്ചേ? ഇത് പണ്ടത്തെ ആൾക്കാർ പറയില്ലേ, പ്രേമത്തില് കണ്ണുമൂക്കൊന്നുമില്ല. ഇത് അതീപ്പെടുന്ന ഒന്നാണ് സാറേ. നീ എന്തിനാ എന്റെ ഭാര്യ നോക്കണം? അവസാനം ഷാപ്പിന്റെ മുതലാളിയെ തന്നെ ഷാപ്പിന്റെ ഒത്ത നടക്ക് പാരച്ചൂട്ടിറക്കിയെങ്കിൽ നിങ്ങളിൽ ഒരാളായിരിക്കും കില്ലർ. അല്ല, എന്തിനപ്പോ ബാബു പാരച്ചൂട്ടിലിറങ്ങി? സാറിന്റെ മനസ്സിൽ അലട്ടുന്നൊരു കാര്യമില്ലേ, ആരോടും പറയാത്ത രഹസ്യം. ആളുകളുടെ നടുവിൽ ഇങ്ങനെ ഒരു മർഡർ, അത് സൂസൈഡാക്കി തീർക്കാൻ വേണ്ടി ചെയ്തതല്ല. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മർഡർ എനിക്ക് ചെയ്യാൻ പറ്റും, ആർക്കും എന്നെ പിടിക്കാൻ കഴിയില്ല എന്നൊരു നാർസിസിസ്റ്റിന്റെ വെല്ലുവിളിയാണ്. മൊത്തത്തിലൊരു ഹോളിവുഡ് കൂടുണ്ടല്ലോ. ഒരാവേശത്തിന് ഇത് കണ്ടു കഴിഞ്ഞപ്പം എന്തു തോന്നുന്നു? ഒരു ചെറുപുഞ്ചിരിയോട് നമുക്ക് കാണാൻ പറ്റുന്നൊരു ചിത്രമാണെന്ന് തോന്നുന്നു അല്ലേ? പ്രത്യേകിച്ച് ബേസലിൻ്റെ ഈ കഥാപാത്രം എനിക്ക് പഴയ ശ്രീനിവാസൻ ചിത്രങ്ങളിലൊക്കെ കാണുന്ന ശ്രീനിവാസൻ്റെ പോലീസ് വേഷം. അപ്പോൾ അവിടെയൊക്കെ ഒരു കൊലപാതകമൊക്കെ നടന്നു കഴിയുമ്പോൾ ശ്രീനിവാസൻ എങ്ങനെയാണോ ആ പഴയ ചിത്രങ്ങളിലൊക്കെ പ്രതികരിക്കുന്ന ആ രീതിയിൽ ബേസലിൻ്റെ റോൾ എനിക്ക് തോന്നും. പിന്നെ ബേസലിൻ്റെ പറഞ്ഞാൽ ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ളൊരു നടനാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ചെറു ചിരിയോടെ കണ്ടുകൊണ്ടിരിക്കാവുന്ന ചിത്രം. ഈ ബേസിൽ ചിത്രങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെന്ന്. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു റോളായിട്ട് തോന്നുന്നത് ചെമ്പൻ വിനോദ് അല്ലേ, പൊളിച്ചിട്ടുണ്ടെന്നത്. അതുപോലെ ഫൗബിൻ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒത്തിരി നടന്മാരിങ്ങനെ വന്നു പോകുന്നത് കണ്ടോ. ഇതിനകത്ത് ഡാർക്ക് ഹ്യൂമർ ശൈലി തന്നെയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെ ഒരു കൊലപാതകം, ഒരു ഷാപ്പിൽ നടക്കുന്ന കൊലപാതകം, അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷിച്ചു വരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, ആ രീതിയിൽ തന്നെ
അപ്പം ഒരു എന്താ പറയുന്നത്, ചിരിയോടെ മാത്രം കണ്ടിരിക്കാവുന്ന ഒരു പോലീസ്. അദ്ദേഹത്തിൻ്റെ ചില മണ്ടത്തരങ്ങളും അതിലൂടെ കേസ് അന്വേഷിക്കുക, അത് തെളിയുക എന്നുള്ളതായിരിക്കാം ഈ ചിത്രം പറയുന്നത് എന്നെനിക്ക് തോന്നുന്നു. എന്നാലും വലിയ ആകാംക്ഷയൊന്നും ഉയർത്തുന്ന രംഗങ്ങളൊന്നും ഈ ട്രെയിലറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും സാധാരണക്കാർക്ക് കണ്ടിരിക്കാൻ പറ്റിയ, എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ഒരു തമാശ രീതിയിൽ പറയുന്ന ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നി ഇത് കണ്ടപ്പം കേട്ടോ. ഇതിൽ നിന്നൊക്കെ വേറെ, ഇപ്പം സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ചിത്രം നമ്മൾ ആദ്യമേ വിചാരിച്ചു, പക്ഷെ അത് വേറെ ലെവൽ ചിത്രമായിരുന്നു, നമ്മളുടെ പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ചിത്രം ഒരു പക്ഷേ ബേസിലിൻ്റെ മിക്കവാറും എല്ലാ ചിത്രങ്ങളും നമ്മളെ ഇഷ്ടപ്പെടുത്തും എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അത് ബേസിലിനോട് നമുക്കുള്ള ഒരു ഗ്യാരണ്ടിയാണ്. ബേസിലിൻ്റെ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ അദ്ദേഹം പുലർത്തുന്ന ചില സൂക്ഷ്മതയാണ് നമുക്കിത് കാണിച്ചു തരുന്നതെന്ന് തോന്നുന്നു. നമുക്ക് വളരെ പ്രതീക്ഷയുള്ളൊരു ചിത്രമായി പ്രാവിൻകൂട് ഷാപ്പ്. പിന്നെ ഷാപ്പ് എന്ന് കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും പ്രത്യേക ഒരു ലഹരിയാണ് അല്ലേ. ഷാപ്പ് കാണാത്തവരോ അല്ലെങ്കിൽ ഷാപ്പ് കയറാത്തവരൊക്കെ വളരെ കുറവായിരിക്കും. ഒന്നുമില്ലെങ്കിൽ ഷാപ്പ് ദൂരെയെങ്കിലും കണ്ടു കാണുമല്ലേ. അത് പ്രാവിൻകൂട് എന്ന് പറയുന്ന സ്ഥലത്തെ ഷാപ്പാണോ എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് സംശയം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസ്തുതരായ പല വ്യക്തികളും ഒന്നിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന എന്ത് സംഭവിക്കും, ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ കുറച്ചൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെ തോന്നും. അപ്പം ഡിസംബർ മാസമാണ് ചിത്രം ഇറങ്ങുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഞാൻ നോക്കിക്കഴിയുമ്പോൾ ചെമ്പൻ വിനോദ്, ഞാൻ പറഞ്ഞില്ലേ, ഫൗബിൻ, അതുപോലെ ബേസിൽ ജോസഫ്, അതുപോലെ നിയാസ് ബക്കറിൻ്റെ ഒരു പുതുമയുള്ളൊരു കഥാപാത്രമായിട്ട് കണ്ടു. ഒത്തിരി നിയാസിനെ പോലെ വ്യക്തികൾക്കൊക്കെ ഒത്തിരി മികച്ച റോളുകളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിനൊന്നും മികച്ച റോളുകളൊന്നും കിട്ടിയിട്ടില്ല. ഇതിനകത്ത് മികച്ചൊരു കഥാപാത്രം ആയിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതുപോലെ ചാന്ദിനി ശ്രീധർ, ശിവജിത് പത്മനാഭൻ, ശബരീഷ് വർമ്മ, രേവതി, ഇവരൊക്കെ തന്നെയാണ് അഭിനയിക്കുന്നത്. ഇവരെ ചിലവരെയൊക്കെ ഒന്നും പേരെനിക്കറിയില്ല, ഞാൻ പിന്നെ അത് നോക്കി കുറിച്ചെടുത്തുകയാണ് ചെയ്തത്. അതുപോലെ എനിക്ക് ഇതിനകത്ത് പരിചിതമായ മുഖങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഫൗബിന്, ബേസിൽ ജോസഫ്, അതുപോലെ ചെമ്പൻ വിനോദ്, പിന്നെന്താ നിയാസ് ബക്കർ, അവരൊക്കെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് താരങ്ങളെ കണ്ടു. അതുപോലെ അൻവർ റഷീദ് നിർമ്മിക്കുന്ന ചിത്രം, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, അൻവർ റഷീദ് നിർമ്മിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നും ഇല്ലാതെ നിർമ്മിക്കത്തില്ല എന്നൊരു തോന്നലാണ് നമ്മുടെയൊക്കെ മനസ്സിൽ. ആ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് ഈ ചിത്രം വൻ വിജയമായി മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അൻവർ റഷീദിനേക്കാൾ ഉപരി എനിക്ക് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ആ നടനോടുള്ള ഒരു പ്രത്യേകതയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ചെറു പുഞ്ചിരിയോട് മാത്രമേ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് ചിരിച്ചു പോകും അല്ലേ. പൊട്ടിച്ചിരികളില്ല, പക്ഷെ അദ്ദേഹം ആൾക്കാരുമായിട്ട്, ഈ പ്രേക്ഷകരുമായിട്ട് പെട്ടെന്ന് എന്താ പറയുന്നത്, പ്രേക്ഷകന് അഭിരുചിക്കനുസരിച്ച് പെരുമാറാൻ അദ്ദേഹത്തിന് നന്നായിരുന്നു. അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവമാകാം. ഏതായാലും അദ്ദേഹത്തിന് നല്ലൊരു ചിത്രം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലേ. ഡിസംബർ ഈ 2024 തീരുമ്പം എത്ര ചിത്രങ്ങൾ നമ്മുടെ ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന ബെറോഫ് വരുന്നു. അതുപോലെ തന്നെ ഈ ചിത്രം, പിന്നെ മാർക്കോ അല്ലേ, നമ്മുടെ ഉണ്ണിമൂന്തൻ നായകനായ ചിത്രം. അങ്ങനെ ഒരുപിടി നല്ല ചിത്രങ്ങൾ ഡിസംബറിലേക്ക് ഇറങ്ങുന്നു. അതൊക്കെ വൻ വിജയമായി തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ ഈ ചിത്രം നിശ്ചയമായിട്ടും നമ്മൾ പോയി കാണുന്ന ലിസ്റ്റിൽ ഒരു പേരുകാരൻ പ്രാവിൻകൂട് ഷാപ്പ് തന്നെ ആയിരിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.